ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ ചുക്കിയും ഗീ റൈസും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ചുക്കി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്, മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല പേസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ അതിലേക്ക് മുഴുവനോട് കൂടിയ മല്ലി, അതുപോലെ പെരിഞ്ജീരകം, പിന്നെ കുറച്ച് മുഴുവനോട് കൂടിയ കുരുമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തണക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കുക ഇതുപോലെ. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ആദ്യം തന്നെ ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ ഇതുപോലെ മുഴുവനോട് കൂടിയ മല്ലിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള മസാലയ്ക്ക് എപ്പോഴും നമ്മൾ നേരത്തെ ഉണ്ടാക്കണേക്കാളും ടേസ്റ്റിയാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നൊരു പേസ്റ്റ് പോലെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ഫൈനായിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കി തന്നെ നമുക്കിത് മാറ്റാം. ഈ ഒരു മസാല പേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ, അതായത് ചിക്കൻ ചുക്ക തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു മസാല പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, തൈര് അത്യാവശ്യം നല്ല കട്ടിയുള്ള തൈര് തന്നെ ഉപയോഗിക്കാം കേട്ടോ. വെള്ളം പോലെയുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മസാല ഒരുപാട് അതായത് വാട്ടറി ആയിട്ട് മാറും. അപ്പോൾ തൈര് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കിയതിന് ശേഷം ഡ്രെയിൻ ചെയ്ത ആ ഒരു ചിക്കൻ, അതായത് ചെറിയ കഷ്ണങ്ങൾ അല്ലെങ്കിൽ മാക്സിമം ഒരു മീഡിയം സൈസ് കഷ്ണങ്ങൾ, അതായിരിക്കും നന്നായിട്ട് വരും. ആ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ചിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്ത, അതായത് ഈ മാരിനേറ്റ് ചെയ്ത ഈ ഒരു ചിക്കൻ മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ആ ഒരു ചിക്കൻ നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് വരാം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷമാണ് തയ്യാറാക്കുന്നത്. അപ്പോഴാണ് ഒന്നും കൂടി ആ ഒരു മസാലയ്ക്ക് ചിക്കനിലേക്ക് പിടിച്ച് നന്നായിട്ട് വരാം. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരിക. ഒരുപാട് വഴറ്റി ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവോള ഒന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ തന്നെ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തോട്ട് വന്നോളും. ആ ഒരു വെള്ളത്തിൽ ഇത് നന്നായിട്ട് വെന്ത് വന്നോളും. ഇനിയിപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സമയം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടു, ഇതൊരു കറിയുടെ രൂപത്തിലായിട്ട് മാറി, തിക്കായിട്ടുള്ള ആ ഗ്രേവിയോട് കൂടിയ ഒരു കറി എന്നുള്ള രീതിയിൽ. അത്യാവശ്യം വെള്ളമൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൽ കിടന്ന് ചിക്കൻ നന്നായിട്ട് വെന്ത് പിന്നെ ഈ ഒരു വെള്ളമൊക്കെ വറ്റി വരണം. അപ്പോഴായിരിക്കും ആ ഒരു ഫ്ലേവേഴ്സ് കാര്യങ്ങൾ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് അടിപൊളിയായിട്ട് വരിക. നമ്മളിത് അടച്ചു വെച്ചിട്ടാണ് വേവിക്കണമെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവിടെയും ഒരുപോലെ മസാല നന്നായിട്ട് തന്നെ പിടിക്കും. ഇനി വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും കൂടി നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴായിരിക്കും ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരിക. ഇപ്പോൾ ഇതുപോലെ ആവശ്യത്തിനൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഗരം മസാലയൊന്നും വേണ്ട കേട്ടോ. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നന്നായിട്ട് വരും. അതുപോലെ നമ്മൾ ആ തയ്യാറാക്കുന്ന ഒരു മസാലയൊക്കെ ആ ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് കോട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസിൻ്റെ കൂടെ എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കഴിക്കാം. ഇന്നിപ്പോൾ ഗീ റൈസിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ഇനിയിപ്പോൾ ഗീ റൈസാണ് ഉണ്ടാക്കണത്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൈമ റൈസോ ജീര റൈസോ ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏത് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് മാറ്റി വയ്ക്കുകയാണ് ഞാൻ ഊറ്റിയതിന് ശേഷം. പിന്നെ ഇവിടെ കുറച്ച് ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. അതുപോലെ കാഷ്നട്ട്, കിസ്മിസ്, ഇഞ്ചി മുറിച്ചത്, പച്ചമുളക് മുറിച്ചത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോൾ സ്പൈസസ് ഒന്നും ഒരുപാട് അളവ് വേണ്ട കേട്ടോ. ഒരുപാട് അളവ് എന്ത് റെസിപ്പിയിലാണെങ്കിലും അതിൻ്റെ അത്രയ്ക്കൊരു ടേസ്റ്റ് കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് നെയ്ച്ചോറാണല്ലോ, നെയ്യില്ലാതെ പറ്റില്ലല്ലോ. പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മതി, ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒരു കടായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ആ ഒരു നെയ്യ് മുഴുവനായിട്ട് ഇപ്പോൾ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലിട്ടിട്ട് കാഷ്നട്ട്, കിസ്മിസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ആദ്യം കാഷ്നട്ട് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കിസ്മിസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കിസ്മിസ് ഒന്ന് നന്നായിട്ടൊന്ന് വീർത്ത് വരണം, ആ ഒരു രീതിയിൽ. ഇനി നമുക്ക് കോരി മാറ്റാം. ഇത്രയും മതി കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച സവാള ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതി മാത്രം ചേർത്തിട്ട് ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കില്ലേ, ബിസ്തിയൊക്കെ തയ്യാറാക്കില്ലേ, ആ ഒരു രീതിയിൽ നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം.
നന്നായിട്ട് കളറ് മാറി ഒരുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വരണം. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇനി ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി ഈ സെയിം എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എണ്ണയില്ല, സോറി, നെയ്യ്. അപ്പോൾ ഹോൾ സ്പൈസസ്, കറുകപ്പട്ട, തക്കോലം, ഏലക്കായ, ഗ്രാമ്പു എല്ലാം വളരെ കുറച്ച് തന്നെ മതി. പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് റൈസ് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഹോൾ സ്പൈസസിൻ്റെയൊക്കെ ഒരു അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മസാലക്കുത്ത് വരും. ഇനി ഇത് നെയ്യിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് നെയ്യിലേക്ക് ആ ഒരു മസാലയുടെ ഫ്ലേവേഴ്സ് ഒക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഇനി ഇഞ്ചി ചതച്ചത്, അതുപോലെ പച്ചമുളക് മുറിച്ചത്, പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഒരു പകുതി സവാളയും കൂടി ചേർത്തിട്ട് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ തിളച്ച വെള്ളമാണ് ഒഴിക്കണത് കേട്ടോ. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതായത് ഈ ഒരു വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കണ സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും ഈ ഒരു റൈസിൽ പെർഫെക്റ്റ് ആയിട്ട് ഉപ്പ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആ ഊറ്റി വെച്ച, കുതിർത്തതിന് ശേഷം ഊറ്റി വെച്ച ബസ്മതി റൈസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന ഒരു സമയത്ത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അടിയിൽ പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് വെന്ത് വന്നോളൂ കേട്ടോ. ഇനി ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടി ഒന്ന് വേവിച്ച് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ കുഴഞ്ഞതുപോലെയൊക്കെ തോന്നും, പക്ഷേ ഇത് കറക്റ്റായിട്ട് എന്താ പറയുക, ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്ന അടിപൊളിയായിട്ടാണ്. കുക്കറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകുന്ന ഉള്ളൊരു പേടിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കടായിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഈസിയാണ് ഉണ്ടാക്കാൻ. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ട്, കിസ്മിസ്, അതുപോലെ സവാള എല്ലാ കാര്യങ്ങളും കൂടിയും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും ആ ഒരു വറുത്തെടുത്ത സവാളയുടെയും എല്ലാം കൂടെ ആ ഒരു കാഷ്നട്ട്, കിസ്മിസ് ഒക്കെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ.